ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നല്ല മഴയല്ലേ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. കാരണം ഒരു തോർച്ചയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായയോടി പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെ ചോറടുപ്പത്തിടാനിതാ വെള്ളം തെക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അരി ഇട്ടിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ ചിങ്ങമാസം ആരംഭമായില്ലേ, അങ്ങനെ തുടക്കമായി. പക്ഷേ ഈ ചിങ്ങമാസം തുടക്കം തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മോശമായി പോയിട്ടോ. കാരണം ഒന്നുമല്ല, അമ്മയ്ക്ക് പനി പിടിച്ചു മക്കളെ. പാവം അമ്മ ജലദോഷവും തലവേദനയൊക്കെ കാരണം നമുക്ക് തല പൊക്കാൻ വയ്യ. അപ്പം ഇനി എന്തായാലും അമ്മ ഹോമിയോ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് ഡോക്ടറില്ല പറഞ്ഞോണ്ടേ അപ്പം ഇനി നാളെയുള്ളൂ ഡോക്ടറെ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ മഴയത്ത് ഇങ്ങോട്ട് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോഴേ തണുപ്പും കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴ അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ടേ നമുക്ക് അന്തരീക്ഷവും തണുപ്പ്, പിന്നെ പ്രായമായ ആൾക്കാരല്ലേ, അപ്പോൾ തണുപ്പ് കയറലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടേ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ കാലിലൊക്കെ സോക്സൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ അമ്മ ഇരിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ചെറിയൊരു പനിയല്ല, അധികം ജലദോഷം. കാരണം ഈ മഴച്ചാറ്റിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ മഴച്ചാറ്റിലൊക്കെ കൊണ്ടിട്ടേ. അപ്പോൾ അങ്ങനെ അരി അടുപ്പത്ത് ഇടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ട്. അയില മീനാട്ടോ മേടിച്ചിരിക്കണത്. അപ്പോൾ അയില മീൻ നന്നാക്കണം ഇനി. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടു. ഇനി അരി വെന്ത് വരുമ്പോഴത്തേന് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, മീൻ നന്നാക്കി എടുക്കണം. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അമ്മ കിടക്ക തന്നെയാണ് കേട്ടോ. അമ്മ തന്നെ നീച്ചിട്ട് രാവിലെ നീച്ചിട്ട് ചായയൊക്കെ കുടിച്ചു അങ്ങനെ കിടന്നു. പിന്നെ അതിന് ശേഷം പിന്നെ കഞ്ഞിയൊക്കെ ഇനി ആയിട്ട് വേണം, കുറച്ച് കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കണം. ഇനി കഞ്ഞി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി എന്തായാലും ഞാൻ എൻ്റെ പണികളൊക്കെ നോക്കട്ടെ. ഇതിനിടയ്ക്ക് ഇപ്പോൾ ധോനി ബേബിനെ മേല് കുളിപ്പിച്ചു, അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അവളിനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. TV ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതാണ് ഓൺ വോയിസിലൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത് മൈക്കല്ല, വോയിസ് ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ തോട്ടുനിന്ന് വെള്ളം ചാടുന്ന ശബ്ദം കൊണ്ടും എല്ലാം കൂടിയും കാരണം ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മുടെ വോയിസിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. കാരണം നമുക്ക് എഡിറ്റിംഗ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഓൺ വോയിസിൽ സംസാരിക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തണേ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ കഴുകലൊക്കെ കഴിഞ്ഞു. മീൻ കഴുകിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുത്ത് വെക്കാനിട്ടാ. അപ്പോൾ ഇനി അതും കൂടി നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി ഒഴിഞ്ഞു. പിന്നെ അത് നമുക്ക് എന്തായാലും ചിലപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, കല്ലിൽ കുത്തിയെടുക്കാൻ. എനിക്ക് അങ്ങനെ കല്ലിൽ കുത്തിയെടുക്കണത് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൂടി ഒന്ന് നന്നാക്കി എടുത്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ നമ്മുടെ അനിയത്തിമാരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ രജിക്കുട്ടി എപ്പോഴും, അതുപോലെ തന്നെ സജിമോള് എല്ലാവരും മെസ്സേജ് കാണാറുണ്ട് കേട്ടോ. ഞാൻ ശിവചേച്ചി എല്ലാവരും. ഇപ്പം നമ്മുടെ അനുജൻ ചേച്ചി കാണാറേ ഇല്ല കേട്ടോ, മെസ്സേജിൽ കാണാറേ ഇല്ല. വീഡിയോ കാണാൻ സമയം കിട്ടാണ്ട് എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ സംഗീത വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗീതേനെ പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ 3 പെൺമക്കളാണ്. ഞാനാണ് മൂത്തത്. എൻ്റെ താഴെയാണ് 2 അനിയത്തിമാർ. ഞങ്ങൾ 4 മക്കളായിരുന്നു. മൂത്തത് ജ്യേഷ്ഠനായിരുന്നു. മൂത്ത ജ്യേഷ്ഠന് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ ഏട്ടൻ ചെറുതാകുമ്പോൾ പഠിക്കുന്ന സമയത്താണ് ആക്സിഡൻറ്റ് കഴിഞ്ഞതൊക്കെ, മരണപ്പെട്ടതൊക്കെ. പിന്നെ ഞങ്ങൾ 3 പെൺമക്കൾ. അച്ഛനില്ല, അച്ഛൻ മരണപ്പെട്ടിട്ട് കുറച്ചായി. ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ തന്നെ മരണപ്പെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പെൺമക്കളും അമ്മയും ഞങ്ങളുള്ളത് സന്തോഷമായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം അമ്മയുടെ അടുത്ത്, ഇപ്പോൾ ഞാനിവിടെ ആയതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നതുകൊണ്ട് ഇപ്പം അമ്മയുടെ അടുത്ത് ഒരാളായിട്ടോ. കാരണം അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതായ ഒരു നേരം കിടന്നാൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഓടി വന്നിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ട് അമ്മയുടെ അനിയത്തിമാരൊക്കെ ഇവിടെ അടുത്തടുത്തുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അവരുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളടുത്തുള്ളപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെന്ന് പറയാൻ നമ്മളല്ലേ
അടുത്തുള്ളപ്പോൾ നമ്മളോട് പറയുന്നത് പോലെ ആവില്ലല്ലോ. പിന്നെ നമ്മളാവുമ്പോൾ മക്കളാവുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. ഒരാളോട് ഇന്നത് ചെയ്ത് കാട്ടുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളിലും മക്കളെ അറിഞ്ഞ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിനൊരു ആശ്വാസമായിരിക്കും. കാരണം പ്രത്യേകിച്ച് നമ്മൾ വയ്യാതെ കിടന്ന്, ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഒരു നേരം വയ്യാതായി സൈഡായി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല കേട്ടോ. അമ്മ ഇത്തിരി ചൂടുവെള്ളം കാട്ടുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ വേണട്ടോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ വേണട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ധോനി ബേബി ഉണ്ടെങ്കിലും തന്നെ കേട്ടോ, ധോനി ബേബീനെ ഒന്ന് പിടിക്കാം അമ്മ, അവള് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ അടുത്തേക്ക് പല്ലുവേദന കുറവുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പല്ല് വേദനിച്ചപ്പോൾ അമ്മ അവളെ ഒന്ന് കൊണ്ടുപോട്ടോ, അപ്പുറത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവളെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ബുദ്ധിമുട്ടിക്കായിരുന്നു. അപ്പം എല്ലാവരും ഉള്ളപ്പോഴാണ് നമുക്ക് അതൊക്കെ നടക്കുള്ളൂ എന്ന് പറയുക. അപ്പം അങ്ങനെ നമ്മുടെ മീൻകറിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുക കേട്ടോ. അതിനിടയ്ക്ക് എന്നെ സഹായിക്കാൻ ധോനി ബേബി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഓരോന്ന് പെറുക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കളിക്കാനാന്നാ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട് ആളുടെ അടുത്ത്. പക്ഷെ അതൊന്നും പോരാ. നമ്മൾ എന്താണോ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം എന്ത് കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങളാണോ അത് മാത്രമേ അവർക്ക് കളിക്കാൻ വേണ്ടുള്ളൂ കേട്ടോ. അല്ലാത്ത ഒന്നും കളിക്കാൻ വേണ്ട. നമുക്ക് എത്ര സാധനങ്ങളുണ്ടെങ്കിലും ശരി അവർക്ക് അതാ വേണ്ടുള്ളൂ കേട്ടോ കളിക്കാൻ. അപ്പോൾ ഉള്ളിയും പച്ചമുളക് തൊടാൻ പോവില്ല കേട്ടോ. പച്ചമുളക് എരിവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആംഗ്യത്തിലൊക്കെ കാട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആൾ പേടിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോവില്ല. അപ്പോൾ തക്കാളി എടുത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം നുറുക്കി റെഡിയാക്കി വെച്ചു. ഞാനൊരു കുഞ്ഞ് 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ എല്ലാം ഒന്ന് ചതച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മീൻകറി വെക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് ഇനി എന്തായാലും കുറച്ച് കഞ്ഞി ആയപ്പോൾ ഞാൻ കുറച്ച് ചോറ് വാർത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ കഞ്ഞി ഇറക്കിയപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പപ്പടം ചുട്ടിട്ട് അച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. നമ്മൾ ആ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നാരങ്ങ അച്ചാറും പപ്പടം ചുട്ടതും ഒക്കെ കൂട്ടി അമ്മ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു, മരുന്ന് കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം അമ്മയുടെ അടുത്തൊരു ഗുളിക ഉണ്ടായിരുന്നു. അമ്മ ആദ്യം പോയി തലവേദനയ്ക്കുള്ളൊരു ഗുളിക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അമ്മ കഴിച്ചു. അത് ഒന്ന് കഴിച്ചിട്ട് സുഖമില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും നാളെ കാണാൻ പോവാ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത്രയും നേരം സഹിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാണ് അമ്മ മരുന്ന് കഴിച്ചത് കേട്ടോ. അത് തന്നെ ഒരു ആശ്വാസം. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം വാട്ടി കറിയൊക്കെ റെഡിയായി. അതുപോലെ തന്നെ മീൻ കുറച്ച് പൊരിക്കാനും തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 മീനെ പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അതും കൂടി ഒന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ട് വേണം ഇനി ബാക്കി. പിന്നെ രാവിലെ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ പാവം കഞ്ഞി കുടിക്കാൻ എണീറ്റപ്പോൾ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു കേട്ടോ. നുറുക്കി എല്ലാം ശരിയാക്കി തന്നു. അപ്പം ഇനി എന്തായാലും ഇനി അതും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമായി, ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ചിലപ്പോൾ ഇനി രാജേഷേട്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ കഴിച്ചിട്ട് പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പം ഇനി എന്തായാലും രാവിലെ കപ്പ മേടിച്ചതല്ലേ, എന്തായാലും ഒന്നും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ ഇപ്പോൾ എല്ലാവരും മഴയല്ലേ, പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. അപ്പോൾ എന്തായാലും ഇനി ആ കപ്പയും കൂടി ഒന്ന് വേവിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി 2 വെളുത്തുള്ളി, അല്ലെങ്കിൽ കുറച്ച് തേങ്ങ 2 പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട്, അപ്പോൾ അതൊന്ന് എന്തായാലും നമുക്ക് പുഴുക്കുണ്ടാക്കില്ലേ നമ്മൾ, അതുപോലെ പുഴുക്കുണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞ വീഡിയോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരുടെയും കമൻസിന് ഞാൻ പറ്റുന്ന പോലെയൊക്കെ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ. എല്ലാവരും നമ്മൾ കമൻറ്റ് ഇടുക, ലൈക്ക് അടിച്ച് ഒന്ന് കാണാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഹൈപ്പും കൂടി ചെയ്യണേ, എന്നാലേ നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.